നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിച്ച സംഘി മുഖ്യൻ പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കണ്ണൂരിൽ കരിങ്കൊടി കാണിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയൂട്ട് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കരിങ്കൊടി പ്രയോഗം. ഇവരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി. മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാണിച്ചത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയൂട്ട് എന്നിവരാണ് അറസ്റ്റിലായത്. മുന്നറിയിപ്പില്ലാതെയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കല്യാശ്ശേരിയിലുള്ള ഒരു പരിപാടി കഴിഞ്ഞ് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദനത്തിന് വേണ്ടി പോകുന്ന വഴി കണ്ണൂർ ടൗണിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചത്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം എത്തിയപ്പോൾ വഴിയരികിൽ നിർത്തിയിട്ട വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ഉടൻ പൈലറ്റ് വാഹനത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവരെയും കസ്റ്റഡിയെടുത്ത് മാറ്റുകയായിരുന്നു. ദേശീയ മാധ്യമമായ ദി ഹിന്ദുവിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പരാമർശത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. മലപ്പുറത്ത് നിന്നും പിടിച്ചെടുത്ത പണത്തിന്റെ കണക്ക് വെളിപ്പെടുത്തിയ മുഖ്യമന്ത്രി ഈ തുക രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായാണ് കേരളത്തിലെത്തുന്നതെന്ന് പറഞ്ഞിരുന്നു. 123 കോടി രൂപ വില വരുന്ന ഹവാല പണവും 150 കിലോ സ്വർണവും കേരള പോലീസ് കഴിഞ്ഞ 5 വർഷത്തിനിടെ മലപ്പുറത്ത് നിന്ന് പിടിച്ചിട്ടുണ്ട്. സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഈ പണം കേരളത്തിലേക്ക് എത്തുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിക്കുന്നത്.